നമസ്കാരം. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയവുമായി ബന്ധപ്പെട്ട നെഞ്ചുവേദനയായ ആൻജീന എന്നിവ ചികിത്സിക്കാൻ ആംലോസഫെ AT ടാബ്ലറ്റ് ഉപയോഗിക്കുന്നു. ഇത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുകയും പിന്നീട് ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവ വരുന്നതിനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അരിസ്റ്റോ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ആംലോസഫെ AT ടാബ്ലറ്റിനെ പറ്റിയുള്ള ചില പ്രധാന കാര്യങ്ങൾ നോക്കാം. ഇതിൽ 2 മരുന്നുകൾ അടങ്ങിയിരിക്കുന്നു. ആംലോഡിപ്പിനും അറ്റനോലോളും ആണവ. ആംലോഡിപ്പിൻ വികസിപ്പിച്ചെടുത്തത് ഫൈസർ ഇങ്കാണ്. കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിലാണ് ഇതുള്ളത്. ഉയർന്ന രക്തസമ്മർദ്ദം ചികിത്സിക്കുന്നതിന് ആദ്യം ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്നാണിത്. വിവിധ തരത്തിലുള്ള ഹൃദയരോഗങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് കാൽസ്യം ചാനൽ ബ്ലോക്കറുകൾ. ഹൃദയത്തിലെയും രക്തക്കുഴലുകളിലെയും കാൽസ്യം ചാനലുകൾ തടഞ്ഞുകൊണ്ട് അവ പ്രവർത്തിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ആൻജീന എന്ന നെഞ്ചുവേദന, നിയന്ത്രിക്കാനാകാത്ത ഹൃദയമിടിപ്പായ അരിത്മിയ എന്നിവ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഹൃദയത്തിൻ്റെയും രക്തക്കുഴലുകളുടെയും കോശങ്ങളിലേക്ക് കാൽസ്യം പ്രവേശിക്കുന്നത് തടയുന്നു. ഈ മരുന്നുകൾ രക്തക്കുഴലുകൾക്ക് റിലാക്സ് നൽകുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യുന്നത് എളുപ്പമാക്കുകയും ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇത് രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യിക്കുന്നു. രക്തക്കുഴലുകളുടെ ഭിത്തികളിലെ കാൽസ്യം അയോണുകളെ ഇവ തടയുന്നു. രക്തക്കുഴലുകൾ റിലാക്സ് ആകുന്നതിനും കൂടുതൽ വേഗത്തിൽ രക്തം ഒഴുകാനും ഇത് സഹായിക്കുന്നു. ഈ സമയം ധമനികളിലെ മർദ്ദം കുറയുന്നു. ഇത് രക്തസമ്മർദ്ദം കുറയുന്നതിന് കാരണമാകുന്നു. വാസ്കുലർ സ്മൂത്ത് പേശികളിലേക്കും ഹൃദയപേശികളിലേക്കും കാൽസ്യം അയോണുകൾ വരുന്നത് ആംലോഡിപ്പൈൻ തടയുന്നു. ഇത് വാസോഡിലേഷന് കാരണമാവുകയും രക്തസമ്മർദ്ദം കുറഞ്ഞ് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. എന്താണ് വാസ്കുലർ സ്മൂത്ത് മസിൽസ്? ധമനികൾ, സിരകൾ, ക്യാപ്പിലറികൾ എന്നിവയുൾപ്പെടുന്ന രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ കാണപ്പെടുന്ന പ്രത്യേക മസിൽ സെൽസാണ് വാസ്കുലർ സ്മൂത്ത് മസിൽസ്. ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷനും ബ്ലഡ് പ്രഷറും നിയന്ത്രിക്കുന്നതിൽ ഇവ നിർണായക പങ്കുവഹിക്കുന്നു. രക്തക്കുഴലുകൾ വികസിക്കുന്ന പ്രവർത്തനമാണ് വാസോഡിലേഷൻ. ധമനികളുടെയും സിരകളുടെയും ഭിത്തികളിലെ സ്മൂത്ത് മസിൽസ് റിലാക്സ്ഡ് ആകുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് പ്രഷർ, ബോഡി ടെമ്പറേച്ചർ എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ മെക്കാനിസമാണ് വാസോഡിലേഷൻ. പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിലൂടെയും ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. ഹൃദയത്തിന് ഓക്സിജന്റെ ആവശ്യം കുറയ്ക്കുന്നതിനാൽ ആൻജീന നിയന്ത്രിക്കുന്നു. സ്ട്രോക്ക്, ഹൃദയാഘാതം, വൃക്ക പ്രശ്നങ്ങൾ എന്നിവ വരാതിരിക്കുന്നതിനും ആംലോഡിപ്പൈൻ ഉപയോഗിക്കുന്നു. ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും സ്ട്രെയിൻ കുറയ്ക്കുകയും ചെയ്യുന്നു. കൊറോണറി ആർട്ടറി ഡിസീസ് മൂലമുണ്ടാകുന്ന ആൻജിന തടയാനും ആംലോഡിപ്പൈൻ ഉപയോഗിക്കാറുണ്ട്. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പെരിഫറൽ ഏരിയകളിൽ, അതായത് പുറം ഭാഗത്തുള്ള ചെറിയ ധമനികളിലും ക്യാപ്പിലറികളിലും ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷനെതിരായ പ്രതിരോധമാണ് പെരിഫറൽ റെസിസ്റ്റൻസ്. BPയും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യവും നിർണ്ണയിക്കുന്നതിൽ ഇത് പ്രധാന ഘടകമാണ്. ഹൃദയപേശികളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലുകൾ ഇടുങ്ങിയതോ തടയുന്നതോ ആയ അവസ്ഥയാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. ധമനികളുടെ ഉള്ളിലെ ഭിത്തികളിൽ കൊഴുപ്പ്, കൊളസ്ട്രോൾ, മറ്റു പദാർത്ഥങ്ങൾ എന്നിവയടങ്ങിയ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണം. കരൾ വഴി ആംലോഡിപ്പൈൻ മെറ്റബോളിസീകരിക്കപ്പെടുന്നതിനാൽ ഇത്തരം രോഗികളും അയോർട്ടിക് വാൽവിന്റെ ഇടുങ്ങിയ അവസ്ഥയായ അയോർട്ടിക് സ്റ്റെനോസിസ് എന്ന രോഗമുള്ളവരും ഇത് വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കേണ്ടത്. അറ്റനോലോൾ വികസിപ്പിച്ചെടുത്തത് ആസ്ട്ര AB എന്ന സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. 1999 ആസ്ട്ര AB ബ്രിട്ടീഷ് കമ്പനിയായ സെനാക്കയിൽ ലയിച്ചു. ബീറ്റ ബ്ലോക്കറുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണ് അറ്റനോലോൾ. ഉയർന്ന രക്തസമ്മർദ്ദം ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഹൃദയത്തെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന രോഗങ്ങൾ ചികിത്സിക്കുന്ന മരുന്നുകളുടെ ഒരു വിഭാഗമാണ് ബീറ്റ ബ്ലോക്കറുകൾ. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകളായ അഡ്രീനാലിൻ, നോറാഡ്രീനാലിൻ എന്നിവയുടെ ഫലങ്ങളെ തടഞ്ഞുകൊണ്ടാണ് അവ പ്രവർത്തിക്കുന്നത്. ബീറ്റ അഡ്രീനർജിക് ബ്ലോക്കിംഗ് ഏജൻസ് എന്നും ഇതറിയപ്പെടുന്നു. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഇത് ഹൃദയമിടിപ്പ് സാവധാനത്തിലാക്കുന്നു. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകളായ അഡ്രീനാലിൻ, നോറാഡ്രീനാലിൻ എന്നിവയുടെ ഫലങ്ങളെ തടയുന്നു. ഹൃദയമിടിപ്പ് കുറയുന്നത് ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നതിൻ്റെ ശക്തി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. ഹൃദയാഘാതം ഉണ്ടായവരിൽ വീണ്ടും ഇത് വരാതിരിക്കാനുള്ള സാധ്യത കുറയ്ക്കാനും ഇത് ഉപയോഗിക്കുന്നു. ചിലതരം ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ചികിത്സിക്കാൻ
അറ്റനോലോൾ നിർദ്ദേശിക്കപ്പെടാറുണ്ട്. ആംലോസെഫ് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ആംലോഡിപ്പൈൻ, അറ്റനോലോൾ എന്നിവയുമായോ അതിലെ മറ്റേതെങ്കിലും കണ്ടന്റുകളുമായോ അലർജിയുള്ളവർ ഈ മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല. ആസ്മയോ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ ഉള്ളവരും ഇത് ഒഴിവാക്കേണ്ടതാണ്. ഇതോടൊപ്പം കഴിക്കുന്ന എല്ലാ മരുന്നുകളെക്കുറിച്ചും എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും ഡോക്ടറോട് പറയേണ്ടതാണ്. ഈ മെഡിസിൻ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഇത് മെഡിസിൻ വന്ന പാക്കറ്റുകളിലോ മറ്റ് കണ്ടെയ്നറുകളിലോ നന്നായി അടച്ച് സൂക്ഷിക്കേണ്ടതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുക. ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ജീവിത രീതികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? മെഡിസിൻ കഴിക്കുമ്പോൾ ജീവിത രീതികളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കും. പുകവലി ഹൃദയാഘാതം ഉണ്ടാക്കുകയും അതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അമിതവണ്ണമോ പൊണ്ണത്തടിയോ ഉള്ളവരാണെങ്കിൽ ശരീരഭാരം കുറയ്ക്കുക. ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തുക. പതിവായി വ്യായാമം ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും ഹൃദയാഘാത സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. രോഗാവസ്ഥയ്ക്ക് കുറവുണ്ടായാൽ മെഡിസിൻ കഴിക്കുന്നത് നിർത്താമോ? കുറച്ചുനാൾ മരുന്ന് കഴിച്ചിട്ട് നിർത്തണമെന്ന് തോന്നിയാൽ ഡോക്ടറുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമേ മെഡിസിൻ നിർത്താൻ പാടുള്ളൂ. ആ സമയത്ത് രോഗിയുടെ ശാരീരികാവസ്ഥയ്ക്കനുസരിച്ച് ഡോക്ടർ മരുന്നിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുകയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് നിർദ്ദേശിക്കുകയോ ചെയ്യുന്നു. ആശ്വാസം തോന്നിയാലും മെഡിസിൻ പെട്ടെന്ന് നിർത്തുന്നത് രോഗം വീണ്ടും ഗുരുതരമാക്കാൻ സാധ്യതയുണ്ട്. മെഡിസിൻ പെട്ടെന്ന് നിർത്തുന്നത് BP കൂട്ടുന്നതിനും നെഞ്ചുവേദനയ്ക്കും ഹൃദയാഘാതത്തിനും കാരണമായേക്കാം. ഈ മെഡിസിൻ്റെ ഉപയോഗം തലവേദനയോ തലകറക്കമോ ഉണ്ടാക്കുന്നുണ്ടോ? മെഡിസിൻ്റെ ഉപയോഗം ചികിത്സയുടെ ആദ്യ സമയങ്ങളിൽ തലവേദനയ്ക്കോ തലകറക്കത്തിനോ കാരണമായേക്കാം. ഇത് സാധാരണയായി മരുന്നിനോട് ശരീരം പൊരുത്തപ്പെടുമ്പോൾ മാറുന്നതാണ്. അതുപോലെ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നിടത്തു നിന്നും പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലകറക്കമോ തളർച്ചയോ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഇവ ഗുരുതരമാവുകയോ മാറാതിരിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. അതിനാൽ ഈ മെഡിസിൻ ഉപയോഗിക്കുന്ന സമയം വാഹനം ഓടിക്കുന്നതോ ഭാരിച്ച യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതോ ഒഴിവാക്കുന്നതാണ് നല്ലത്. ആംലോസെഫ് ടാബ്ലറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഉയർന്ന രക്തസമ്മർദ്ദം തടയുന്നതിനുള്ള ആൻറ്റി ഹൈപ്പർടെൻസീവ് മരുന്നിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് ആംലോസെഫ് AT ടാബ്ലറ്റ്. ചുരുങ്ങിയ രക്തക്കുഴലുകൾക്ക് റിലാക്സ് നൽകുകയും വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ആംലോഡിപ്പൈൻ പ്രവർത്തിക്കുന്നു. ഇത് ഹൃദയത്തിൻ്റെ സ്ട്രെസ് കുറയ്ക്കുകയും ശരീരത്തിൽ മുഴുവനും രക്തം പമ്പ് ചെയ്യുന്നതിന് ഹൃദയത്തെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുകയും ചെയ്യുന്നു. അറ്റനോലോൾ ഹൃദയമിടിപ്പ് സാവധാനത്തിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ഇവ ഒരുമിച്ച് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ഇത് ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. ഗർഭാവസ്ഥയിൽ ഉയർന്ന രക്തസമ്മർദ്ദം കുഞ്ഞിനെയും അമ്മയെയും ദോഷകരമായി ബാധിക്കുമോ? ഗർഭകാലത്തെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർടെൻഷൻ അഥവാ PIH എന്ന് വിളിക്കുന്നു. ഇത് കുഞ്ഞിനും അമ്മയ്ക്കും ദോഷകരമാണ്. അമ്മയ്ക്ക് ഫിറ്റ്സ്, തലവേദന, പാദങ്ങളുടെ വീക്കം, വൃക്ക തകരാറുകൾ, ഗർഭകാലത്തും പ്രസവ സമയത്തും ബ്ലീഡിങ്ങിനുള്ള സാധ്യത എന്നിവയ്ക്ക് കാരണമാകുന്നു. ഫീറ്റസിൻ്റെ അസാധാരണമായ ഹൃദയമിടിപ്പ്, ഡെലിവറി നടക്കാനുള്ള സാധ്യത, പൂർണ്ണ വളർച്ചയെത്താത്ത കുഞ്ഞ് എന്നിവയ്ക്ക് കാരണമാകുന്നതിലൂടെ ഇത് കുഞ്ഞിനെയും ബാധിക്കുന്നു. അതിനാൽ ഗർഭകാലത്ത് പതിവായി രക്തസമ്മർദ്ദം നിരീക്ഷിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. മെഡിസിൻ്റെ ഉപയോഗം കണങ്കാൽ വീക്കം അഥവാ എഡിമയുണ്ടാക്കുമോ? കൂടുതൽ കാലത്തെ മെഡിസിൻ്റെ ഉപയോഗം കണങ്കാൽ വീക്കത്തിന് കാരണമാകുന്നു. കുറേ സമയം ഇരിക്കുമ്പോൾ കാലുകൾ ഉയർത്തിവെക്കാൻ ശ്രദ്ധിക്കുക. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. ഇനി ഈ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റെല്ലാ മെഡിസിനുകളും പോലെ ഇതും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാറുണ്ട്. എങ്കിലും എല്ലാവരിലും ഇവ അനുഭവപ്പെടാറില്ല. ഓരോരുത്തരിലും സൈഡ് എഫക്ട്സിൻ്റെ തീവ്രത വ്യത്യാസപ്പെട്ടിരിക്കും. ഈ മെഡിസിൻ ചിലരിൽ തലകറക്കം ഉണ്ടാക്കുന്നു. ഇരിക്കുന്നിടത്തു നിന്നും പെട്ടെന്ന് എഴുന്നേൽക്കുകയോ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ജോലികളോ ചെയ്യുന്ന സമയം രക്തസമ്മർദ്ദം കുറയുന്നതാണ് ഇതിന് കാരണം. ചിലരിൽ അസാധാരണമായ ക്ഷീണമോ തളർച്ചയോ അനുഭവപ്പെടുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആംലോഡിപ്പൈൻ പാദങ്ങളുടെയോ കണങ്കാലുകളുടെയോ വീക്കത്തിന് കാരണമാകുന്ന ഫ്ലൂയിഡ് നിലനിർത്തുന്ന എഡിമ എന്ന അവസ്ഥയുണ്ടാക്കുന്നു. അറ്റനോലോളിന് ഹൃദയമിടിപ്പ് കുറയ്ക്കാൻ കഴിയുന്നു. മുഖത്തിന് ചുവപ്പോ ചൂടോ ചില സമയം അനുഭവപ്പെടുന്നു. ബീറ്റാ ബ്ലോക്കറിൽ നിന്നുള്ള രക്തയോട്ടം കുറയുന്നത് കാരണം കൈകാലുകൾക്ക് തണുപ്പ് അനുഭവപ്പെടുക, തലവേദന, കുറഞ്ഞ ഹൃദയമിടിപ്പ്, വയറുവേദന തുടങ്ങിയ അസാധാരണമായ പാർശ്വഫലങ്ങളും അനുഭവപ്പെടാറുണ്ട്.
കുറഞ്ഞ രക്തസമ്മർദ്ദം, കഠിനമായ തലകറക്കം, ബോധക്ഷയം എന്നിവയ്ക്ക് കാരണമാകുന്നു. കുറഞ്ഞ ഹൃദയമിടിപ്പ് അപൂർവമായി ചില ആളുകളിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട നെഞ്ചുവേദനയായ ആൻജീനയ്ക്കും കാരണമാകുന്നു. അറ്റനോലോൾ ചിലപ്പോൾ ആസ്മ അല്ലെങ്കിൽ മറ്റ് ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അലർജി റിയാക്ഷൻസ് ആയ റാഷസ്, ചൊറിച്ചിൽ, നീർവീക്കം, കടുത്ത തലകറക്കം അല്ലെങ്കിൽ ശ്വാസതടസ്സം എന്നിവയും അനുഭവപ്പെടുന്നു. പെട്ടെന്നുള്ള ഭാരക്കുറവ്, മാനസികാവസ്ഥയിലെ മാറ്റങ്ങളായ വിഷാദം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, ഉറക്കമില്ലായ്മ, കരൾ തകരാറുകളായ സ്കിന്നിൻ്റെയോ കണ്ണുകളുടെയോ മഞ്ഞ നിറം, ഇരുണ്ട നിറത്തിലുള്ള യൂറിൻ അല്ലെങ്കിൽ കഠിനമായ വയറുവേദന എന്നിവയും ചില സമയം അനുഭവപ്പെടാറുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഗുരുതരമാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ഈ മെഡിസിൻ ഭക്ഷണത്തിന് മുൻപോ ശേഷമോ ഏറ്റവും സൗകര്യപ്രദമായ സമയത്ത് കഴിക്കുന്നതാണ് നല്ലത്. എന്നാലും ശരീരത്തിൽ മരുന്നിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നതിന് എല്ലാ ദിവസവും ഒരേ സമയം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒഴിഞ്ഞ വയറിൽ മെഡിസിൻ കഴിക്കുമ്പോൾ വയറുവേദനയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ അനുഭവപ്പെടുകയാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം മെഡിസിൻ കഴിക്കുക. മെഡിസിൻ്റെ ഏതെങ്കിലും ഒരു ഡോസ് മറന്നുപോയാൽ എത്രയും പെട്ടെന്ന് അത് കഴിക്കുക. എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ അധികമായി മെഡിസിൻ കഴിക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായ അളവിലും സമയത്തും മെഡിസിൻ കഴിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.